ഹലോ ഓൾ, വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്, ഒരു വെൽനസ് ഓൺട്രപ്രണറാണ്. നമ്മൾ ഡയബറ്റിക്കിൻ്റെ സീരീസിൻ്റെ 7 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 8ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒരു പ്രമേഹ രോഗി എന്നും പ്രമേഹ രോഗിയായി തന്നെ ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ ഒരു പ്രമേഹ രോഗിയായി തന്നെയാണ് മരണപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ 7 വീഡിയോസ് കേട്ടതിന് ശേഷം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, പ്രമേഹം പ്രഡിക്റ്റബിൾ ആണ്, പ്രമേഹം പ്രിവെൻറ്റബിൾ ആണ്, പ്രമേഹം റിവേഴ്സിബിൾ ആണ്. പല പ്രമേഹ രോഗികളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർക്ക് പലതരത്തിലുള്ള സിംറ്റംസ് റെഗുലറായിട്ട് കാണപ്പെടുന്നുണ്ട്. ഉറക്കക്കുറവുണ്ട്, ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, വിശപ്പില്ലായ്മയുണ്ട്, ചിലപ്പോൾ ഷുഗറിലൂടെ ക്രേവിങ്സ് കാണാൻ പറ്റും, ബോഡിയിലെ ഫാറ്റ് കൂടി വരുന്നു, ഊർജ്ജക്കുറവുണ്ട്, കൈകാലുകളിൽ തരിപ്പുണ്ട്, വിഷൻ പ്രോബ്ലം, കാഴ്ചശക്തിക്ക് പ്രശ്നമുണ്ട്, ശരീരം മെലിഞ്ഞു വരും, അതേസമയം വയറ് ചാടി വരുന്നുണ്ടാവും. ഇങ്ങനത്തെ പലതരത്തിലുള്ള ഫിസിക്കലായിട്ട് നമുക്ക് പലതരത്തിലുള്ള സിംറ്റംസ് കാണപ്പെടുന്നു. പക്ഷെ എപ്പോഴും പലപ്പോഴും പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും, എന്നാലും എൻ്റെ ബ്ലഡ് ഷുഗർ നോർമലാണ്. ബ്ലഡ് ഷുഗർ നോർമൽ ആയതുകൊണ്ട് നിങ്ങൾ പ്രമേഹ രോഗിയല്ലാതാവുന്നില്ല. മറ്റുള്ള അതർ സിംറ്റംസ് നിങ്ങൾ പ്രിവെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾ ബോധവടല്ല, ഫാസ്റ്റിങ്ങിൽ ഇൻസുലിൻ നിങ്ങൾ പരിശോധിക്കുന്നില്ല, ഇൻസുലിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നില്ല, നിങ്ങളുടെ ഹൈപ്പർ ഇൻസുലിനീമിയ എത്രത്തോളം അളവിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ ശരീരം എന്തുമാത്രം ഇൻസുലിൻ ഉൽപാദന ശേഷി കൂടിയിട്ടുണ്ടെന്നുള്ളത് നമ്മളൊന്നും അറിയുന്നില്ല. ഇൻസുലിൻ ഇങ്ങനെ അടഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. നമ്മൾ ഗ്ലൂക്കോസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ കൺസേൺഡ്. നമ്മൾ ഇൻസുലിൻ്റെ പെർഫോമൻസിനെ കുറിച്ചോ മറ്റ് അതർ സിംറ്റംസിനെ കുറിച്ചോ ഒന്നും നമ്മൾ കൺസേൺഡേ അല്ല. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ നിൽക്കുമ്പോഴും ഒരു പ്രമേഹ രോഗി പറയുന്നത്, സാർ എൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാണ്. ആ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രമേഹ രോഗി ഇല്ലാതാവുന്നില്ല, കാരണം ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം അവിടെ ഉണ്ട് താനും. ഈ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യൂട്രീഷനെ കുറിച്ചോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റിനെ കുറിച്ചോ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.